ഇപ്പോൾ പൊതുവെ ജോർജിയയിൽ സാധാരണ കുട്ടികൾ പറയാറുള്ളത് നമ്മൾ ഈ PPT വെച്ചിട്ട് ജസ്റ്റ് പ്രസന്റേഷൻ വായിച്ചു പോവാണ് ലെക്ചർ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവാറ്. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രസന്റേഷൻ വെക്കും, പ്രസന്റേഷൻ ജസ്റ്റ് വായിച്ചങ്ങ് പോകും. CU എങ്ങനെയാണ് സാധാരണ ക്ലാസ് എടുക്കാറുള്ളത്? ഇല്ല, അവർ ഓരോ സ്ലൈഡ്സും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും നല്ലപോലെ. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ പ്രസന്റേഷൻ തന്നിട്ട് നിങ്ങൾ വായിച്ചോ നിങ്ങൾ പഠിച്ചോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പഠിപ്പിച്ചു തരും എല്ലാം അവർ പഠിപ്പിക്കുന്ന കണ്ടന്റ്സ് തന്നെയാണ് നമുക്ക് എക്സാംസിനായാലും വരുന്നത്. യൂണിവേഴ്സിറ്റിയിലെ പിന്നെ ഇപ്പം USMLE ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് USMLEയിലേക്ക് പോകാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ പറയാറുണ്ട് ക്ലാസ് എടുക്കുന്ന USMLE റെഫറൻസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. കാരണം അത് USMLE ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിനിക്കൽ കേസസ് ഒക്കെ എക്സാംസിന് വരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇപ്പം കഴിഞ്ഞ ഇവർ പഠിക്കുന്നവരെ അവിടെ USMLE അവർ ഒഫീഷ്യലി USMLE ട്രെയിനിങ് ഇല്ലായിരുന്നില്ല, ഇപ്പൊ അതും കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതും അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ ഉള്ളത്? ഓക്കെ, നമുക്ക് ഇപ്പൊ ഓറൽസ് ഉണ്ടാവും, ക്വിസസ് ഉണ്ടാവും, പ്രസന്റേഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. ഈ പ്രസന്റേഷൻസ് എന്ന് പറയുന്നത് ഈ സെമ്മിന്റെ ലാസ്റ്റ് ആണ് പ്രസന്റേഷൻസ് വരുന്നത്. പിന്നെ ക്വിസും ഓറൽസ് ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മുടെ ആ കോളത്തിൽ ആ ഡേറ്റിന് ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഡേറ്റിന് ചിലപ്പോൾ ഓറൽസ് ആയിരിക്കാം. അസസ്മെന്റ് ഉള്ള രീതിയിലാണ് ഓരോ ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടാവും അസസ്മെന്റിന്?